ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോവുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അങ്ങനെ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണണേ. ഇത് ഞങ്ങളുടെ ടൗണിലേക്കുള്ള കോട്ടക്കൽ ടൗണിലേക്കുള്ള ചെറിയൊരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഞങ്ങൾ സാധാരണ സ്ഥിരമായിട്ടൊക്കെ പോകാറുള്ളതെന്ന് പറയാം. കാരണം ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ഇത് പുതിയൊരു കടയാണ് കേട്ടോ. നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാത്തതുകൊണ്ടാണോ ഇനി നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അവിടുന്ന് ചായയും പിന്നെ ഞാനൊരു പഴംപൊരിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചായയും പഴംപൊരിയൊക്കെ, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് സ്റ്റാളിലേക്കാണ് കേട്ടോ. ബുക്ക് സ്റ്റാളിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഒരു കാർബൺ പേപ്പറില്ലേ, അത് കിട്ടിയാലൊന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ ആദ്യം ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാമത് കയറിയതാട്ടോ ഈ ബുക്ക് സ്റ്റാൾ. അപ്പോൾ അവിടുന്ന് കിട്ടി. ബ്ലാക്ക് കളറിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് കളറിനെ കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചോറും പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ നല്ല രസം കാണാൻ. നമുക്കിങ്ങനെ കൊതിയാവുക സ്കൂളിൽ ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇനി പോകുന്നത് മൊബൈൽ ആക്സസറി ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഹസ്ബൻഡിന് എന്തോ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അലിഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആക്സസറി ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനവിടെ വെറുതെ ഇങ്ങനെ മൊബൈലിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ ചോദിച്ച് അവരപ്പം തന്നെ അതൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അതൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഈത്തപ്പഴം വേണമായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ തൊട്ട് മുമ്പ് കാണുന്ന VH അവിൽ മിൽക്കിലെ ആ ഷോപ്പിലോട്ടാണ് ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വണ്ടികളുടെ തിരക്കുകൊണ്ട് ഞങ്ങൾക്കത് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു നമുക്ക് സ്കൂട്ടി എടുത്തിട്ട് തന്നെ ടേൺ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ യു ടേൺ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത്രക്കും തിരക്കായിരുന്നു കേട്ടോ റോഡ്. ഒരുപാട് വാഹനങ്ങൾ. അന്നാണെങ്കിൽ അതുവരെ നല്ല മഴയായിരുന്നു, ഉച്ചവരെ നല്ല മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഒന്ന് മഴ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാവരും അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇത്ര തിരക്ക് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. ഏതായാലും അങ്ങനെ ഞങ്ങൾ ടേണൊക്കെ അടിച്ച് ഈ കടയിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തിലെ ആളുകൾക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ ഈ VH അവിൽ മിൽക്ക്. ഒരുപാട് പലതരത്തിലുള്ള അവിൽ മിൽക്കും നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് കാലം മുന്നേ ഇവർ ഈ അവിൽ മിൽക്കിൽ ഭയങ്കര കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് അവിൽ മിൽക്കൊക്കെ കഴിക്കാറുള്ളത്. നമുക്ക് അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നുന്ന സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായുള്ളത് ഈത്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കിതിൽ ഏതാ നല്ലത് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓണറടുത്ത് ചോദിച്ചു ഏതാണ് നല്ല ഈത്തപ്പഴം എന്നുള്ളതൊക്കെ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ഈത്തപ്പഴം അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എന്നാൽ റേറ്റും കുഴപ്പമില്ലാത്തൊരു ഈത്തപ്പഴം ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സ്നാക്സ്, പിന്നെ ചായ, കോഫി, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ താഴത്തൊക്കെ ഈ ബോക്സിലൊക്കെ ഓരോരോ തരത്തിലുള്ള ഈത്തപ്പഴങ്ങളാണ്. ഏതായാലും ഞങ്ങൾ ഒരു ഈത്തപ്പഴം വാങ്ങി. അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട്. പക്ഷേ ഷോപ്പ് കണ്ടാൽ നമുക്കൊരു ചെറിയ ഷോപ്പായിട്ടേ തോന്നുള്ളൂ. പക്ഷേ എല്ലാ നമ്മൾ എന്താ ഈ കടയിൽ വന്ന് ചോദിച്ചാലും അവിടെ ആ സാധനം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വില നല്ല കുറവാണ് കേട്ടോ. അധികം വിലയും കാര്യങ്ങളൊന്നുമില്ല.
ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വേസ്റ്റ് ബിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ വേസ്റ്റ് ബിന്നിനാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പല മോഡലുള്ള വേസ്റ്റ് ബിന്ന് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഓരോരോ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ഇതൊക്കെ പുതിയൊരു മോഡലാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റ് മാത്രം നമുക്ക് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഒഴിവാക്കുക. അതുകൊണ്ട് നമുക്ക് കഴുകാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കളർ ഏത് വേണം എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ. ബ്ലാക്ക് വേണോ റെഡ് വേണോ ഏതാണ് എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് മാർക്കറ്റിലേക്കാണ്. പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയി. ഞാൻ പച്ചക്കറി വാങ്ങുന്നത് അധികം മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. മാർക്കറ്റിൽ നല്ല പച്ചക്കറി കിട്ടുമേ. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും പോയാലും അതേപോലെ ചെറിയ നമ്മളെ അടുത്തുള്ള ഷോപ്പിലൊന്നും പോയാൽ ഞാനവിടെ മോശമായിട്ട് പറയല്ല കേട്ടോ. നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഒന്നിച്ച് വാങ്ങുമ്പോൾ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് അധികം വാങ്ങിക്കാറുള്ളത്. കുറച്ചുകൂടി ലാഭം ആയിട്ടും തോന്നാറുണ്ട്. പിന്നെ പച്ചക്കറിയും തന്നെ ഒരു കുറച്ച് ഇരിക്കൂട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അങ്ങനെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ കുറച്ച് തിരഞ്ഞെടുത്തിട്ടോ. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോഴാണ് നമുക്ക് കൂർക്കയൊക്കെ അല്ലേ, എനിക്ക് കൂർക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് മാർക്കറ്റിൽ പോകുന്നത് തന്നെ. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും മാർക്കറ്റ് പോലൊന്നും നടക്കില്ലല്ലോ. നമ്മൾ ഒന്നിച്ച് സാധനം എടുക്കുമ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പോകുന്നതാണെന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാങ്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അതിൻ്റെ പാത്രങ്ങളിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലോട്ടും അത് അല്ലാത്ത അതൊക്കെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ അതിൻ്റേതായ പാത്രങ്ങളിലേക്കൊക്കെ ആക്കി വെക്കുക കേട്ടോ. ഈ ചേമ്പ്, കൂർക്ക, ചേന അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. കിഴങ്ങൊന്നും വെക്കാറില്ല. അതേപോലെ പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ഉള്ളി അതൊന്നും വെക്കാറില്ല. പച്ചമുളക്, ഇഞ്ചി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ അതാ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് ഞാൻ ബ്ലാക്ക് കളറാട്ടോ എടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ അധികം കറ പിടിച്ചാലൊന്നും അറിയില്ലല്ലോ. ഇത് പിന്നെ ഓൾറെഡി നമുക്ക് ഇത് ചെയ്തപ്പോൾ ഈ ഇൻറ്റീരിയർ ചെയ്ത സമയത്ത് സെറ്റ് ചെയ്ത ബാസ്ക്കറ്റാണ്, വേസ്റ്റ് ബാസ്ക്കറ്റാണ്. പക്ഷെ ഇത് വലിയ ബാസ്ക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമാകുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് വാങ്ങി സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പാത്രം കണ്ടോ, അത് ഞാൻ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നല്ല ഫീഡ്ബാക്ക് കേട്ടറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല പാത്രമാണ്, അടിപൊളി സെറാമിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. 3 എണ്ണം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഇന്നാട്ടോ ഡെലിവറി ആയത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയാണ്, നല്ല പാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ, ബൈ ബൈ.